വ്യൂവേഴ്സ് വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ക്രിസ്മസ് സീരീസിലെ 6th വീഡിയോ ആണിത്. അപ്പോൾ എക്സൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. 2 ക്രാഫ്റ്റ് ഉണ്ട്, അതിൽ ഫസ്റ്റ് വൺ ആണിത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞാനിങ്ങനെ ഒരു കാർഡ്ബോർഡ് വെച്ച് ഒരു റിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സൽ ഇതാ ഒരേ വലിപ്പത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടികളൊക്കെ കാണാം. അത് വേറെ ഒന്നും കൊണ്ടില്ല, ഇത് കുറേ കാലമായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചാണ്. അപ്പോൾ അതിലൊരു കറ പോലെ വീണ് കിടക്കുന്നതാണ്. അപ്പോൾ എത്ര തുടച്ചിട്ടും അത് പോകണില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇനി ഇതിപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഓർഡറിൽ നമുക്ക് ഒരേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. പിന്നെ എക്സലിൽ പൊട്ടിക്കുമ്പോൾ ഒരേ വലിപ്പത്തിലാവാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഒന്ന് ഉയർന്നിട്ടും ഒന്ന് താഴ്ന്നിട്ടൊക്കെ കിടക്കും. ഇതിപ്പോൾ ഒരേ വലിപ്പത്തിലാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കളറൊന്നും കൊടുക്കാതെ ഇങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ എന്തായാലും കളർ കൊടുക്കേണ്ടത് ഞാൻ സാപ്പ് ഗ്രീനാണ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് അതുപോലെ വെച്ചിട്ട് അതിലേക്ക് റെഡ് റിബണും അതുപോലെ തന്നെ ഗ്രീൻ ലീഫൊക്കെ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ വൈറ്റിൻ്റെ മുകളിൽ സിൽവർ ഗ്ലിറ്ററൊക്കെ ഇടാം, അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ എന്തായാലും സാപ്പ് ഗ്രീൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഞാനൊരു ക്രിസ്മസ് ട്രീ ചെയ്തിട്ടുണ്ടായിരുന്നു, കോക്കനട്ട് ഷെല്ല്, അതായത് ചിരട്ട വെച്ചിട്ട്. അതിനും ഞാൻ ഇതുപോലെ തന്നെ സാപ്പ് ഗ്രീൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്രീൻ ഗ്ലിറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ ഐ കാർഡിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടിരിക്കുന്ന പ്ലേ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ക്രിസ്മസ് ക്രാഫ്റ്റിൻ്റെ. അപ്പോൾ അതും ഒന്ന് പോയി കാണാം കേട്ടോ. എൻ സ്ക്രീനിലും കൊടുക്കണ്ടേ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ മുകളിൽ ഇത് ഡ്രൈ ആവുന്നതിന് മുമ്പേ തന്നെ ഗ്രീൻ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഗമ്മോ അങ്ങനെയൊന്നും ആവശ്യമില്ല, ഇത് അതിൻ്റെ മുകളിൽ തന്നെ ഫിക്സ് ആയിക്കോളും. അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക, നല്ല ഷൈനിങ് ഉണ്ട് അപ്പോൾ കാണാൻ. ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു റെഡ് റിബൺ എടുക്കുക, അതൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു റെഡ് റിബൺ എടുക്കുക, അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് നമുക്കൊരു ബോ ഉണ്ടാക്കിയെടുക്കാം. ഇതിങ്ങനെ വിരലിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ അടുത്തൊരു വിരലിലേക്ക് ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ക്രോസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ഒരു ബാക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു തമ്പ് കൊണ്ട് പിടിച്ചിരിക്കുന്ന ഒരു അറ്റുണ്ടല്ലോ, അതും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള 2 ക്രാഫ്റ്റും. അപ്പോൾ ഇതിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം. ടൈ ചെയ്തതിന് ശേഷം നമുക്ക് വിരലിൽ നിന്ന് പതുക്കെ ഊരിയെടുക്കാം. കണ്ടോ? എന്നിട്ട് ഇതിപ്പോൾ മുകളിലോട്ടാണല്ലോ ഉള്ളത്, അപ്പോൾ അതൊന്ന് പതുക്കെ താഴോട്ടേക്ക് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരേ വലിപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ലെങ്തി ആയിട്ട് ഹാങ് ചെയ്ത് എടുക്കണമെങ്കിൽ അങ്ങനെയാക്കാം. ഇപ്പം അതിൻ്റെ അറ്റം ഒന്ന് വൃത്തിയുടെ കിടക്കുന്നതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണേ. അപ്പം ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതൊന്ന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഗ്രീൻ്റെ അടുത്ത് റെഡൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇങ്ങനെ 2 ബെല്ലുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് റെഡും ഒന്ന് ഗോൾഡുമാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഒന്ന് വലുതും ഒന്ന് ചെറുതായിട്ടാണ് ഹാങ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം അവിടെ. അപ്പോൾ അതൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ? ഞാൻ ഇതിന് വേറെ എക്സ്ട്രാ സാധനങ്ങളൊന്നും വെക്കണില്ല. ഇങ്ങനെ തന്നെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡ് കളറിൽ മുത്തൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം. പക്ഷേ എനിക്കിത് തന്നെയായിട്ടാണ് ഭംഗി തോന്നുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയാസ് വെച്ചിട്ട് ചെയ്താൽ മതി. അടുത്തിരിക്കുന്ന ബോട്ടിൽ ഞാൻ ഇതിന് മുമ്പേ ചെയ്തതാണ്, കാണാത്തവർ ഐ കാർഡിൽ പോയാൽ മതി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വീഡിയോ നോക്കാം. സെക്കൻഡ് വീഡിയോ നമ്മുടെ എക്സലിൽ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. മേൽഭാഗം ഇങ്ങനെ അധികം ഹോളില്ലാത്ത രീതിയിൽ പൊട്ടിച്ചെടുക്കണം. എന്നതിനൊക്കെ ഭയങ്കര വലിയ ഹോളൊക്കെയാണുള്ളത്. അത്ര ഹോള് വലുതൊന്നും വേണ്ട, ചെറിയൊരു ഹോൾ ഇട്ടാൽ മതി. അപ്പോൾ അത് എടുത്തതിന് ശേഷം ഞാൻ ഒരു ബ്ലൂ കളർ ഗ്ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫെവിക്കോള് 2:1 പ്രൊപ്പോർഷനിൽ വെള്ളവും ഫെവിക്കോളും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മുടെ എക്സലിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്ലൂ ഗ്ലിറ്റർ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഫെവിക്കോള് അതിൻ്റെ മുകളിൽ മൊത്തം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്ലൂ കളർ ഗ്ലിറ്റർ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിനു ശേഷം നമുക്കതിൻ്റെ മുകളിലിട്ട് ബാക്കി ചെയ്യാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് വൺ ഞാൻ കാണിക്കാത്തത് എന്താ ചെയ്തതെന്ന് കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര ലെങ്ത് ആവും വീഡിയോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഓറഞ്ചും ഗ്രീനും പ്രപ്പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രപ്പോർഷൻ എടുത്തിട്ട് ചെയ്തതാണ്. ഇനി അടുത്തത് വൈറ്റും അതുപോലെ തന്നെ റെഡും വെച്ചിട്ടാണ്. റെഡ് കൊണ്ട് ഞാനിങ്ങനെ ഫുൾ കോട്ടിങ് കൊടുത്തു. എന്നിട്ട് നമുക്ക് വൈറ്റ് അക്രിലിക് കൊണ്ട് ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്നോ ഫ്ലാക്സ് വരച്ചു കൊടുക്കാം, സ്റ്റാർ വരച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് 2 സ്ട്രിങ് പിടിപ്പിക്കണമല്ലോ. അപ്പോൾ അത് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നൂലിടാൻ വേണ്ടിയിട്ട് അതിന് വലിയ ഹോളാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഹോളൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്ലൂ ഗൺ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അതുകൊണ്ടാണ് അതിൻ്റെ ഹോൾ ഇത്ര വലുപ്പം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ചെറിയ ഹോളിൽ എടുത്താൽ മതി. ഞാൻ എടുക്കുന്നത് ബാക്കി പോർഷനിലൂടെ അത് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അതെടുക്കുക. എനിക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാനതൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെയൊരു ഐഡിയ ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പേൾ മെറ്റാലിക് കളർ വെച്ചിട്ടൊരു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഗമ്മിൻ്റെ കളറൊന്ന് മാറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ട്രീൻ്റെ മുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണിത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും 2 ക്രാഫ്റ്റും ചെയ്ത് നോക്കാം. നമ്മുടെ ക്രിസ്മസിന് നമുക്ക് വീട്ടിലെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് അടിപൊളി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാം, ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്തത് ഒരു ക്രിസ്മസ് ക്രാഫ്റ്റിൻ്റെ ആയിരിക്കും. ഒരു ക്രിസ്മസ് സീരീസ്